1999 അമ്മ സോണിയാഗാന്ധിക്ക് വേണ്ടി അമേഠിയിൽ പ്രചരണം നടത്തിയത് മുതൽ വ്യാഴാഴ്ച ലോക്സഭയിൽ വയനാട് എം പിയായി പ്രതിജ്ഞ ചെയ്തതുവരെ 52കാരിയായ പ്രിയങ്ക ഗാന്ധി വൃദ്ധയുടെ രാഷ്ട്രീയ ജീവിതം ഒരു റോളർ കോസ്റ്റർ റൈഡർ പോലെയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമ്പരിപ്പിക്കുന്ന വിജയങ്ങളിലും കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്കുണ്ടായ ദയനീയ തോൽവികൾ കണ്ടറിഞ്ഞും ട്രിബിൾ ഷൂട്ടർ എന്ന നിലയിലും പാർട്ടിക്കുള്ളിലെ റോളുകളിലെ മാറ്റങ്ങൾക്ക് കഴിഞ്ഞ 2 ദശകങ്ങളിൽ പ്രിയങ്ക ഗാന്ധി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 6.22 ലക്ഷം വോട്ടുകൾ നേടി CPIയുടെ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയുടെ 4 ലക്ഷത്തിലധികം വോട്ടുകൾ പരാജയപ്പെടുത്തിയാണ് വയനാട്ടിൽ നിന്നും പ്രിയങ്ക ഗാന്ധി വധേരെ പാർലമെന്റിലെത്തുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമാണിത്. തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം വൈകിയെങ്കിലും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ശേഷം ഗാന്ധി കുടുംബത്തിൽ നിന്നും എത്തുന്ന 3ാമത്തെ അംഗമായ പ്രിയങ്കയുടെ പാർലമെന്റിലേക്കുള്ള പ്രവേശനം ഒരു പുതിയ അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. 52കാരിയായ നേതാവിന്റെ ശക്തിയും ബലഹീനതയും സംബന്ധിച്ച ഒരു വിശകലനമാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ എടുക്കുകയാണെങ്കിൽ തന്ത്രജ്ഞ. കോൺഗ്രസിലെ പ്രതിസന്ധി ഇല്ലാതാക്കാൻ പ്രിയങ്ക ഗാന്ധി പലപ്പോഴും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൂടാതെ അവരുടെ പാർട്ടിക്ക് വേണ്ടി സഭയിൽ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മികച്ച കഴിവാണ് മികച്ച പ്രഭാഷകയാണ് പ്രിയങ്ക ഗാന്ധി. ചോദ്യങ്ങൾക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മറുപടികൾ കുറികൊള്ളുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവരുടെ മൂർച്ചയുള്ള അക്രമങ്ങൾ നോക്കുകയാണെങ്കിൽ പാർലമെന്റ് ചർച്ചകളിൽ പാർട്ടിയുടെ തീപാർന്ന സ്പീക്കർമാരായ പട്ടികയിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയങ്ക ഗാന്ധിക്ക് ഭാഷയിൽ അതീവ സ്വാധീനമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രാവീണ്യം കോൺഗ്രസിന്റെ പ്രകടനത്തെ സഹായിക്കുകയും അവരുടെ പ്രസംഗങ്ങൾ ശക്തി വർദ്ധിപ്പിക്കുകയും പാർട്ടിയുടെ സന്ദേശം രാജ്യത്തിന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ സൗഹൃദപരമായ വ്യക്തിത്വമാണ് പ്രിയങ്കയ്ക്കുള്ളത്. പ്രിയങ്ക ഗാന്ധി അനായാസമായ മനോഭാവവും അവരെ സമീപിക്കുന്ന ഒരു നേതാവുമായി മാറ്റുകയും ചെയ്യുന്നുണ്ട്. സഭയിൽ കോൺഗ്രസ് എംപിമാരെ ആവേശം കൊള്ളിക്കുക മാത്രമല്ല, പ്രാദേശിക കക്ഷികളുമായുള്ള സഖ്യ തടസ്സങ്ങൾ സുഗമമാക്കുന്നതിൽ അവർക്ക് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിലുടനീളമുള്ള നേതാക്കളുമായി അവർ പങ്കിടുന്ന സൗഹൃദം നല്ല ഒപ്റ്റിക്കൽസിൽ മാത്രമല്ല, കോൺഗ്രസിന്റെ ആശയവിനിമയ തന്ത്രത്തെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ദിര എന്ന ഘടകം. പ്രിയങ്ക ഗാന്ധി വധേരയുടെ മുത്തശ്ശിയും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സാമ്യത്തിന്മേൽ ആക്രമണങ്ങൾ വർദ്ധിച്ചേക്കാം എന്നതിനാൽ ജൂനിയർ ഗാന്ധിക്ക് താരതമ്യങ്ങൾ അനിവാര്യമാക്കാനും അവരെക്കുറിച്ചുള്ള ആളുകളുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കാനും കഴിയുന്നുണ്ട്. അവരുടെ കഴിവ് തെളിയിക്കാൻ മാത്രമല്ല, അവളുടെ രാഷ്ട്രീയ ചാതുര്യവും വർദ്ധിപ്പിക്കാനും ഇത് അവളെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിവുകൾ മാത്രമല്ല, കുറവുകളുമുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക്. ഏറ്റവും വലിയ കുറവാണോ എന്നറിയില്ല, പുതുമുഖമാണോ അടുത്തിരി. പ്രിയങ്ക ഗാന്ധി വദ്രെ കുറച്ചു കാലമായി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പാർലമെന്ററി രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയാണ്. ഒരു പുതിയ പിച്ചിൽ ഫുൾ മീഡിയ പ്രഭയിൽ അവരുടെ ബലഹീനതകൾ തുറന്നു കാട്ടാനും തെറ്റുകൾ വലുതാക്കാനും കഴിയുന്നുണ്ട്. അടുത്തതാണ് കുടുംബ രാഷ്ട്രീയം. കോൺഗ്രസിന്റെ കുടുംബ രാഷ്ട്രീയത്തിനെതിരെയുള്ള സർക്കാരിന്റെ ആക്രമണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഇതുവരെ രാഹുൽ ഗാന്ധി. എന്നാൽ പ്രിയങ്ക ഗാന്ധി വദ്രയുടെ പാർലമെന്റിലേക്കുള്ള പ്രവേശനത്തോടെ 2 സഹോദരങ്ങൾക്കും സർക്കാരിൽ നിന്നും പുതിയ അക്രമങ്ങൾ നേരിടേണ്ടി വരും. അടുത്തതാണ് പവർ പ്ലേ. 3 ഗാന്ധിമാരും പാർലമെന്റിൽ വരുന്ന സമയം കൂടിയാണിത്. തീവ്രമായ ലോബിങ്ങിന് കളം തുറക്കാനും കോൺഗ്രസിലേക്കുള്ള അപകടകരമായ അധികാര സമവാക്യങ്ങൾ പരിരക്ഷിക്കാനും ഇതിന് കഴിയും. അടുത്ത പ്രധാനപ്പെട്ട ഘടകമാണ് വിജ്ഞാന പരിശോധന. തെരഞ്ഞെടുപ്പ് റാലികളിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനും അക്രമങ്ങളെ സംവദിക്കാനും പ്രതികരിക്കാനും പൊതുനയങ്ങളിൽ ബില്ലുകളും അതിനെ പ്രതിരോധിക്കാനും പ്രിയങ്ക ഗാന്ധി വദ്രയ്ക്ക് വ്യത്യസ്തമായ അന്തരീക്ഷമായിരിക്കും. ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ദേശീയ വിഷയങ്ങളിലെ അറിവിന്റെ ആഴം ശ്രദ്ധയിൽപ്പെടും. പ്രിയങ്ക ഗാന്ധി വദ്രയുടെ പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ വളരെ വലുതായിരിക്കും. വയനാട് എം പിയായി പ്രിയങ്ക മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നിരവധി കാര്യങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചതായി നമുക്കറിയാം. എന്നാൽ പോലും ആ വീഴ്ചകളെല്ലാം മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കൃത്യമായ കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും പ്രിയങ്ക കഴിഞ്ഞിട്ടുണ്ട്. ഇനി വയനാട്ടിലെ ഓരോ ആശ്രിതരും ആശ്രയിക്കുന്നത് പ്രിയങ്കയെയാണ്. പ്രിയങ്കയ്ക്ക് നല്ലൊരു എം പി ആകാൻ സാധിക്കുമെന്ന് തീർച്ചയുമാണ്.